അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ശ്രീസ് വ്ലോഗ്. അപ്പത്തേ ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ പെരുന്നാൾ എൻ്റെ വീട്ടിലാണ്, രണ്ടാം പെരുന്നാൾ. അപ്പോൾ ഞാനും ഇച്ചയും കൂടിയിട്ടാണ് വീട്ടിലോട്ട് പോണത്. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. ഇച്ചത് പുതിയതുണ്ടത്, ഈ ഡ്രസ്സും പുതിയതാണ്. ഞാൻ ഇത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ പോകണം. അപ്പം ഞാൻ ഒരു അടിപൊളി സ്പോട്ട് കിട്ടിയപ്പോൾ കുറച്ച് അതെ അതന്നെ. അപ്പോൾ ഞാനത് കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഫോട്ടോ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് പോയി. ഇന്നലെ അങ്ങനെ നല്ലതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി ഇച്ചാടെ കുറച്ച് ഫോട്ടോസ് എടുത്തെടുക്കണം. എൻ്റെ ഫോട്ടോസ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേഗം പോവാ. റെയിനി ഡേ തോന്നുന്നുണ്ട്, കാരണം മഴക്കാറുണ്ട്, അതുപോലെ തന്നെ വെയിൽ മങ്ങിയിട്ടുണ്ട്. അപ്പൊ അറിയില്ല. അതെ, നല്ല കാറ്റും ഉണ്ട്. ഇനി ചിലപ്പോ ഞങ്ങൾ ഇങ്ങനെ മഴയും കൊണ്ടുപോകും, കാരണം റെയിൻ കോട്ട് എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തായാലും പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്നിട്ടൊക്കെ കാണാം. എനിക്ക് എങ്ങനത്തെ മാക്സി നൈറ്റ് എടുക്കണം എന്നുള്ള തുണി ഇങ്ങനെ പിടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഇന്നലെ മുന്നിൽ കാണിച്ചു തന്നു. ഇതിട്ടോ കുറച്ചും കൂടെ കലങ്കാരി കുറച്ച് ഓക്കെ സൈസ് നോക്കാനും പറ്റിയൊക്കെ ഈ ഷോളും ഈ ഷോട്ട് ബില്ല് ചെയ്ത് നേരെ വീട്ടിലോട്ടാണ്. വേറെ പരിപാടി ഒന്നുമില്ലല്ലോ, നേരെ വീട്ടിലോട്ടല്ലേ. വേണ്ട, നിങ്ങൾ കുടിച്ചിട്ട് വന്നേ. കുടിച്ചിട്ട് വന്നു വീട്ടിൽ നിന്ന്. ഉണ്ട് മറ്റേ മടുത്തല്ലേ. പിന്നെ കുഴപ്പില്ലേ. എല്ലാരും തന്നെ മറത്തണ മോളത് എന്റെ കണ്ണിന്റെ മോളെ ഉടുപ്പണല്ലേ. തുണിയുണ്ടോ ഇങ്ങോട്ട് ഇവിടെ നിക്കണില്ലേ? ഇവിടെ എന്റെ മോളെ വന്നു അതിന് 10 പ്രാവശ്യം ചൈനടുത്ത് പോയാലും ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞ് എളുപ്പം വീട്ടില്ല, ഞാനീ പോണം. ഇവിടെ കോടി വന്നെങ്കിൽ ദിവസം പോവാ. അവിടെ കോടി വന്ന ആരും കൂടെ പോകുന്ന വീട്ടില്ല. ഉമ്മച്ചിയുടെ അനിയത്തിരെ കിട്ടിയിട്ട് നിക്കാൻ പോണ്. എന്നിട്ട് വാപ്പിച്ചത് ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി നമ്മളെ പുതിയ മോഡലില് നമ്മൾ വെച്ചതാണ്. പുതിയ മോഡലൊക്കെ കഴിച്ചോക്കട്ടെ. ഇത് മോഡലൊന്നും നമുക്കറിയില്ല. കമ്പ്യൂട്ടറിൽ വെച്ച് നോക്കിയിട്ട് വെച്ചത്. മക്കളൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കണല്ലോ. അപ്പൊ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും ബീഫ് ബിരിയാണി ഉണ്ടോ. ചാനലിക്കട്ടെ. ഇവിടെ നല്ല ഉറക്കത്തില്ല. എനിക്ക് വാ കഴിക്കാം. വാ എനിക്ക് വരൂ വരൂ വാ വാ കഴിക്കേ. എണീക്കിച്ചാ മക വരും ചോറ് മതി. ഉമ്മച്ചി നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാം.
ഞാനിപ്പ വന്നിട്ടുള്ളൂ ഞാനൊന്നും വെച്ചോന്നല്ല ഇത് ഉമ്മച്ചി വെച്ചാണ്. അറിയില്ല അതൊക്കെ ഇത് തന്നെ ചേട്ടാ ഇഷ്ടായോ? അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നേരെ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലേക്ക് വന്ന്. ഇവിടെ വല്യമ്മ പെറ്റമ്മ കാലൊടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പെറ്റമ്മാനെ കാണാൻ വന്നതാണ്. പെറ്റമ്മാനെ കണ്ട് ഇനി തറവാട്ടിക്ക് പോവാന്ന് വിചാരിച്ചതാണ്. റിയാസപ്പയും പോസ്റ്റ് കുഞ്ഞൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് പോസ്റ്റ് കുഞ്ഞാടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ വിചാരിച്ച് അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ലിച്ച ഇരിക്കണ ആമേന്റെ ഉള്ളില്. ഓ ഷാളൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന കാലൊക്കെ ശരിയായോ? ഇതന്നെണ്ടാളെ പുതിയ ഡ്രസ്. സൂപ്പർ. ഫോട്ടോ എടുക്കായിരുന്നു. അങ്ങനെ കാണട്ടുമ്മ. അസ്സലാമലൈക്കും. പോയിട്ടാട്ടോ. ഞങ്ങതേ മലപ്പുറത്തെത്തി, വീട്ടിലെത്തി. ഇനി കുളിച്ച് റെഡിയായി. ഇനി നേരെ താഴോട്ട് പോകണം. അപ്പോൾ മൂന്നാമത്തെ ഇത്ത വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഇത്ത ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടിമ്മ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉമ്മയുടെ അനിയത്തിയും കുട്ടികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തിലൊന്നും കയറാണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള വിശേഷം നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. മിന്നു, പൊന്നു, പിന്നെ ആദി, മുന്ന, വിളിച്ചോ? ടെസ്റ്റ് ചെയ്യാനുള്ള സാധനം കേട്ടോ. നമുക്കിത് അടപ്രഥമൻ അല്ല പാലട പായസം ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാവർക്കും കൊടുക്കാം. എല്ലാവർക്കും കുറച്ച് കൊടുക്കാം കേട്ടോ. നമ്മ എത്ര കുട്ടികളുണ്ടോ? പിന്നെ പൊന്നു, ആദി, മുന്നേ, മിന്നും നമ്മള് ഏഴാളോ? എട്ടോ എന്ത് പായസം? 8 ആളുള്ളൂ കുട്ടികൾ. ഞാനും കുട്ടികളോ? അയ്യട്ടോ, ഞാൻ ആദ്യം കുട്ടികൾ കൊടുക്കട്ടെ. ഇതാ കുട്ടിക്ക് കുട്ടികളുടെ കയ്യിലെന്താ ഇത് കഴിഞ്ഞിട്ട് എടുക്കാട്ടോ. നീ കൊണ്ടെടുത്ത ഇഷ്ടണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അത് റിനൂന് ഇവ ചോരമാമന്തില്ല. എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. റിനും നിനും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പൊന്നു. എൻ്റെ ആദ്യം ഫുഡൊക്കെ കഴിച്ച് വന്ന് ഇനി കിടക്കണം. കാരണം തലക്ക് വേദന എടുക്കുന്നുണ്ട്. ഇന്ന് ആ വെയിലത്തും ഇങ്ങോട്ട് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.